الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ, സർവശക്തനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസത്തിലാണ് ഈ വെള്ളിയാഴ്ച ദിവസം നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളിൽ പല ആളുകളും പരിശുദ്ധമായ അറഫ ദിവസത്തിന് നോമ്പെടുത്തവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ അറഫ ദിവസത്തിന്റെ പ്രത്യേകത, അതിൻ്റെ ഫളായിലുകൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഒന്നുകൂടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാചകം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അൽ അശ്റുൽ അവാഖിർ മിൻ റമദാൻ അഫ്ളലു മിൻ ജിഹത്തിൽ ലൈൽ لأن فيها ليلة القدر
والعشر الأول من ذي الحجة أفضل من جهة النهار لأن فيها يوم عرفة وفيها يوم النهر وهما أفضل أيام الدنيا. هذا هو المعتمد هذا عند المحققين من أهل العلم. മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്, രാവുകളിൽ ശ്രേഷ്ഠം റമദാനിലെ അവസാനത്തെ 10 രാവുകളാണ്. അതിൻ്റെ കാരണം ആ അവസാനത്തെ 10 രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത് എന്നതാണ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 അതിനുള്ള കാരണം ആ ആദ്യത്തെ 10 അറഫയും അതുപോലെ തന്നെ ബലിദിനവും എല്ലാം ഉള്ളത്. ഈ 2 കാര്യങ്ങളും ഇഹലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. ഈ അഭിപ്രായത്തിലാണ് കൂടുതൽ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുള്ളത് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അത്രത്തോളം പവിത്രമായ ഒരു പകലിലാണ് നമ്മളുള്ളത്. ഈ ദുനിയാവിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പകല് അല്ലാഹു സുബ്ഹാനഹു തആല, അല്ലെങ്കിൽ പകലുകൾ ഈ മാസത്തിന്റെ തുടക്കത്തിൽ നമുക്ക് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. നാളത്തോടുകൂടെ ശ്രേഷ്ഠതയുള്ള ഫദലുകളുള്ള ആ പകലുകൾ അവസാനിക്കുകയാണ്. ദുൽഹിജ്ജ 9 അറഫ ദിനം. ഇതുപോലെ ഒരു ദിനം മറ്റൊരു മതത്തിന് അവകാശപ്പെടാനില്ല. കാരണം ലോകത്തിന്റെ വിവിധ കോണിലുള്ളവർ ഒരേ വസ്ത്രത്തിൽ ഒരേ മനസ്സോടെ ഒരേ തക്ബീർ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു അനുഭൂതി. ദുൽഹിജ്ജ 8 ഹാജിമാരെല്ലാം മിനായിലേക്ക് ഒഴുകും. അതാണ് ഏറ്റവും നല്ല പദം. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി ദുൽഹിജ്ജ 9 പ്രഭാതത്തിൽ ലബ്ബൈക്ക് ചൊല്ലി എല്ലാവരും അറഫയിലേക്ക് വരുന്ന ഒരു വരവുണ്ട്. വല്ലാത്തൊരു അനുഭൂതിയാണ്. മനസ്സ് മുഴുവൻ തുറന്ന് അറഫ സംഗമത്തിന് തയ്യാറായി ഒരു വർഷത്തിലെ ദുൽഹിജ്ജ 9 ഏതാനും ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ മാത്രം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആ സ്ഥലത്തേക്ക് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ഒഴുകുകയാണ്. എല്ലാവരും പറയുന്നത് ഒരേ ലഫ്ളാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിളിക്കുന്നത് അല്ലാഹുവിനെയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. മനോഹരമാണ്. ആ ഒരു താളത്തിലും ആ ഒരു ഈണത്തിലും ലക്ഷങ്ങളായ ഹാജിമാർ ഇങ്ങനെ ഉച്ചത്തിൽ ചൊല്ലി അറഫയിൽ വന്ന് ചേരുമ്പോൾ അതിന് നമ്മുടെ വാക്കുകൾ കൊണ്ട്, ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ അനുഭൂതിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ. ഈ അറഫ ദിനത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അവിടെ ഹാജിമാരെല്ലാവരും അവരുടെ ശരീരത്തിലുള്ള വളരെ വില കുറഞ്ഞ 2 വസ്ത്രങ്ങൾ എടുത്ത് ആ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. സഹോദരങ്ങളെ, ഈമാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച
ഒരു വിശ്വാസിയാണെങ്കിൽ കണ്ണ് നിറയാതെ ഈറനറിയാതെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. മനസ്സ് മുഴുവൻ റബ്ബിലേക്ക് തുറക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ ആ ഗഫാറായ തൗവാബായ പാപങ്ങൾ പൊറുക്കാൻ കാത്തിരിക്കുന്ന അറഫയിലെ മുഴുവൻ വിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമെന്നാണ്. ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കുമെന്നതാണ്. അവർ ആവശ്യപ്പെടുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിക്കുമെന്നതാണ്. പ്രിയമുള്ളവരെ, അവിടെ വെച്ച് ഓരോ ഹാജിയും അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. മക്കളില്ലാത്തവർ, അല്ലാഹുവേ സാലിഹായ മക്കളെ നീ നൽകണേ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ. സാലിഹായ സന്താനത്തെ നൽകാൻ കഴിവുള്ള ഒരു റബ്ബിനോടാണ് നമ്മളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ റബ്ബിഗ്ഫിർലി ദംബി. അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ റബ്ബേ. ഇങ്ങനെ ദുന്യവിയായ അതുപോലെ തന്നെ ആഖിറത്തിന് ആവശ്യമായ പ്രാർത്ഥനകൾ നടത്തി ആ സമയം മുഴുവനും അറഫയിൽ കഴിച്ചു കൂട്ടുന്ന ഒരു സമയം, അത് വല്ലാത്ത അനുഭൂതിയാണ്. പോയവർക്കതറിയും. പോകാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുവേണ്ടി പണിയെടുക്കണം. വൈകിക്കരുത്. നമ്മുടെ ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്ന് മാറ്റിവെച്ച് വളരെ പെട്ടെന്ന് ആ നിർബന്ധ കർമ്മം നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പറഞ്ഞാൽ പൂർത്തീകരിക്കുകയില്ല അതിൻ്റെ അനുഭൂതി. അതവിടെ ചെന്ന് ആ കർമ്മത്തിൽ നാം മുഴുകണം. അവിടെ എത്തിപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറഞ്ഞു വന്നത്, ഈ അറഫാ ദിനത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകതകൾക്ക് പുറമെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന്റെ അറഫാ ദിനത്തിലാണ് അല്ലാഹുവിന്റെ മതത്തിന്റെ പൂർത്തീകരണത്തിന്റെ വചനങ്ങൾ ഇറങ്ങിയത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അറഫാ ദിനത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിലൂടെ അല്ലാഹുവിന്റെ മതം പൂർത്തിയാക്കി പ്രഖ്യാപിക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദിവസം ദീനിനെ താങ്കൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹവും താങ്കൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, അല്ലാഹുവിന്റെ മതം ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, വല്ലാത്ത ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ആ ഹബീബിലൂടെ എന്തൊന്ന് കൽപ്പിച്ചുവോ അതാണ് മതം. എന്തൊന്ന് ഹബീബിലൂടെ നിരോധിച്ചുവോ അതാണ് നമ്മുടെ മതം. ഇനി ഒന്നും നല്ലതാണ് എന്ന നിലക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. ഈ ചെല്ലുന്ന ദിക്ർ നല്ലതല്ലേ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതല്ലേ എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനമില്ലാത്തതാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്തതാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിലെ തെളിവില്ലാത്തതാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അവസാനത്തെ പ്രവാചകനിലൂടെ, അവസാനത്തെ വേദഗ്രന്ഥത്തിലൂടെ ദീനിനെ പൂർത്തീകരിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നും കുറക്കാനും പറ്റൂല, കൂട്ടാനും പറ്റൂല. എന്താണോ ദീൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വന്നത് അതുപോലെ മുന്നോട്ട് പോകണം. അങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നരകത്തിൽ നിന്ന് നരകവാസികളെ മോചിപ്പിക്കുന്ന ദിവസമാണെന്ന്. സുബ്ഹാനല്ലാഹ്, അറഫയുടെ പ്രത്യേകതയാണ്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിക അല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മറ്റൊരു ദിനവുമില്ല എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ മഹത്വം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അറഫയിൽ ഇങ്ങനെ ജനങ്ങൾ നിൽക്കുമ്പോഴേ അതിനുള്ള പ്രത്യേകത വേറെ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹിൽ മലായികത ബിഅഹ്ലി അറഫാത്ത് യഖൂലു ഉൻദുറൂ ഇലാ ഇബാദി ശുസൻ ഉബ്റാ. നിശ്ചയം അല്ലാഹു മലക്കുകളോട് അറഫയിൽ സംഗമിച്ചവരുടെ വിഷയത്തിൽ അഭിമാനം കൊള്ളും. അല്ലാഹു പറയും, ജടയും പൊടിയും പറ്റി എൻ്റെ അടിമകളെ നോക്കൂ. മിനായിലെ ടെന്റിൽ നിന്ന് അന്ന് രാത്രി അവിടെ കിടന്നുകൊണ്ട് പിന്നീട് അറഫയിലേക്ക് വരികയാണ്. അറഫയിലേക്കുള്ള യാത്ര കിലോമീറ്ററുകളോളമാണ്. ആ യാത്രയിൽ ആ വഴിയോരങ്ങളിൽ നിന്ന് പൊടിപടലങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടാകാം, അവരുടെ തലയിലുണ്ടാകാം, അവരുടെ താടിയിലുണ്ടാകാം, അവരുടെ ശരീരത്തിലുണ്ടാകാം, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലുണ്ടാകാം. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു പറയുന്നു, ജടയും പൊടിയും പറ്റിയ എൻ്റെ അടിമകളെ നോക്കൂ. ത്യാഗമാണ്. വില കൂടിയ വസ്ത്രങ്ങളില്ല, അതുപോലെ തന്നെ വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളില്ല. എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ലോകത്തെക്കുറിച്ചൊരു ധാരണയുമില്ല. തന്റെ വിശാലമായ കച്ചവടത്തെക്കുറിച്ച് ഓർക്കുന്നില്ല. തന്റെ ദുനിയാവിന്റെ അഥവാ നാട്ടിലെ ഒരു ബന്ധങ്ങളെ കുറിച്ചും ഓർക്കുന്നില്ല. ദുൽഹിജ്ജ 8 മുതൽ 13 വരെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അങ്ങനെ മുഴുകാനാണ് ഹാജിമാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ വസ്ത്രത്തിൽ അങ്ങനെ കഴിച്ചു കൂട്ടുന്നത്. ദുൽഹിജ്ജ 8 അണിയുന്ന വസ്ത്രം, പുരുഷന്മാർ അണിയുന്ന വസ്ത്രമുണ്ടല്ലോ, അത് ദുൽഹിജ്ജ 10 ഒന്നാമത്തെ തഹല്ലുലിൽ അവർ മാറുന്നത്. അതുവരെ വസ്ത്രത്തിലാണ്. ആലോചിക്കങ്ങള്, ത്യാഗം തന്നെയല്ലേ? അതാ വിശ്വാസം ഉൾക്കൊണ്ടവർക്ക്, ഈമാനുള്ളവർക്ക് ആ ത്യാഗത്തോടുകൂടെ, ആ വസ്ത്രത്തോടുകൂടെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്, നോക്കൂ മലക്കുകളെ. പിന്നെ അവിടെ എൻ്റെ മലന്റെ അടിമകൾ അവരിങ്ങനെ ജട പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഈ ദിവസത്തിൽ എന്ത് ചെയ്യണം? നമ്മള് അമലുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖൈറു ദുആഇ യൗമു അറഫ. ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന അത് അറഫയിലുള്ള പ്രാർത്ഥനയാണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏറ്റവും നല്ല പ്രാർത്ഥന. ഞങ്ങളൊക്കെ ഹജ്ജിന് പോയാൽ ഹാജിമാരോട് പറയും, എല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കണേ, ഒറ്റക്കൊറ്റക്കായി പ്രാർത്ഥിക്കണേ. ഉച്ച സമയം കഴിഞ്ഞാൽ, അറഫയിലെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിനോട് പറയാനുള്ള അവസരമാണ്. ആ ഒരു സമയത്തുള്ള പ്രാർത്ഥനയോളം മഹത്വമായ ഒരു പ്രാർത്ഥനയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. عن طلحة بن عبيد الله عن النبي صلى الله عليه وسلم قال أفضل الدعاء دعاء يوم عرفة. മറ്റൊരു റിപ്പോർട്ടാണ്, ഏറ്റവും നല്ല ദുആ, അഫ്ളലായ പ്രാർത്ഥന, അഫ്ളലായ ദുആ അത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അറഫ ദിനത്തിലെ നോമ്പും. അന്നബി ഖതാദ റളിയല്ലാഹു അൻഹു, എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ശരിക്കും മനസ്സിലാക്കണേ, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു
വസ്സനതല്ലതീ ബഅദാ, അറഫാ ദിനത്തിൽ നോമ്പ് കൊണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും. കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഹബീബായ റസൂൽ വഹയിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നത്. ഇത് അറഫാത്ത് ദിനത്തിന്റെ പ്രത്യേകതയാണ്. ഇനി വരാനിരിക്കുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റുകൾ വരാതെ റബ്ബിന്റെ ഒരു സംരക്ഷണം കിട്ടാൻ ഈ നോമ്പ് കാരണമാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം പുണ്യമുണ്ട് ഈ നോമ്പ്. അത് നമ്മളെല്ലാം നോക്കണം. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഖ്തിലാഫുകൾ ഒക്കെ അറഫ നോമ്പുമായി ബന്ധപ്പെട്ടൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അറഫ ഇന്നലെ കഴിഞ്ഞു. ഹാജിമാർക്ക് ഇന്ന് ദുൽഹിജ്ജ 10 അവരിന്ന് അറഫയിൽ നിന്ന് ഇങ്ങനെ നടന്ന് ജംറയിലേക്ക് പോയി. അവിടെ ഒരു ജംറയിൽ കല്ലെറിഞ്ഞ് ഇന്ന് അവർക്ക് 5ഓളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കല്ലെറിഞ്ഞ്, അതുപോലെ തന്നെ അറവ് നടത്തി, തവാഫ് നടത്തി, സഅയ് നടത്തി, തഹല്ലുലാകണം. ഈ 5 കാര്യങ്ങൾ അവർ ഇന്ന് നിർവഹിക്കാനുണ്ട്. ഇന്ന് ഹാജിമാർ അതിലായിരിക്കും. അപ്പൊ ആളുകൾ ചോദിക്കുന്നത് ആ ദിനത്തിലല്ലേ നോമ്പെടുക്കേണ്ടതെന്ന്. വിശ്വാസികൾ അത് ശരിക്ക് വളരെ ചുരുങ്ങിയ ഭാഷയിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെയാണോ അവിടെ എപ്പോഴാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാസം കാണുന്നത്, ആ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അറഫ നോമ്പിനെ സ്വീകരിക്കലാണ് എന്നതാണ്. അതാണ് ഭൂരിഭാഗ പണ്ഡിതന്മാരും കാലങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇടക്കാലത്ത് വെച്ച് ചില യുക്തിക്കനുസരിച്ച് പറയാനും അതിനനുസരിച്ചും ചില ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യാസത്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാനില്ല, നമുക്കൊരു പ്രയാസവും വരാനില്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് നോമ്പെടുത്തതെങ്കിൽ, നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിന് സ്വീകരിക്കുമാറാകട്ടെ. അറഫയിൽ സംഗമിക്കുമ്പോൾ നോമ്പെടുക്കുക എന്നത് അസാധ്യമാണ്. അതുപോലെ ശരിക്കു പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തവുമാണ്. അറഫയിൽ ആളുകൾ നിൽക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ സമയങ്ങളല്ലേ, ആ സമയത്തൊക്കെ നമ്മൾ നോമ്പെടുക്കാൻ പറ്റും. അങ്ങനെ ആലോചിച്ചാൽ പോലും നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഓരോ രാജ്യത്തും ആ രാജ്യത്തിന്റെ സമയക്രമം അനുസരിച്ച് മാസം കണ്ടതിനനുസരിച്ചാണ് നോമ്പെടുക്കേണ്ടത്. അങ്ങനെ നോമ്പെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നോമ്പെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ആ നോമ്പിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. പറഞ്ഞു വന്നത്, ഈ ഒരു അറഫാ ദിനം ഇന്ന് നടക്കുകയാണ്. ഇന്ന് നമ്മൾ നോമ്പിലാണ്. ഇന്നലെ അറഫാ ദിനം നടന്നു. ഇന്ന് ദുൽഹിജ്ജ 10 കർമ്മങ്ങളൊക്കെ വഹിക്കുക. ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞാൽ ആ ഹജ്ജിന്റെ ഒരു കൈഫിയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ എല്ലാവരും അറഫയിൽ നിന്ന് നേരെ മുസ്ദലിഫയിലേക്കാണ് വരിക. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരും. അറഫയിൽ ഒരു ദിവസമില്ല. ദുൽഹിജ്ജ 9 വൈകിട്ടോടുകൂടെ എല്ലാവരും മുസ്ദലിഫയിലേക്ക് വരാൻ. സുബ്ഹാനല്ലാഹ്, മുസ്ദലിഫ എന്ന് പറഞ്ഞത് ഒരു അനുഭവമാണ്. ഹജ്ജിന് പോയ ആളുകളൊക്കെ ഉണ്ടാവും. ഒന്നും ഉണ്ടാവില്ല അവിടെ. മുകളിൽ ആകാശവും താഴെ ഭൂമിയും, അതാണ് മുസ്ദലിഫ. അവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുക എന്നാണ്, കിടന്നുറങ്ങാന്ന്. മഗ്രിബും ഇശാവും നമസ്കരിക്കേണ്ടത് മുസ്ദലിഫയിലാണ്. അവിടെ വന്ന് മഗ്രിബും ഇശാവും നമസ്കരിച്ച് അവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടാകും മണൽത്തരികൾ, അല്ലെങ്കിൽ കല്ലുകട്ടകൾ ഒക്കെ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ കിടക്കുന്നത്. ആരായി കിടക്കുന്നത്? വില കൂടിയ മെത്തയിൽ കിടന്നവരാണ്, എല്ലാ സുഖ സൗകര്യങ്ങളിലും കിടന്നവരാണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും വന്നാൽ
അത് അന്വേഷിച്ച് കണ്ടെത്തി അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റിയവരാണ്. ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉള്ളവരാണ്. പക്ഷെ ആരായിരുന്നാലും ശരി, നേരത്തെ പറഞ്ഞതുപോലെ ഒരേ വസ്ത്രത്തിൽ, ഒരേ ശബ്ദത്തിൽ, ഒരേ തക്ബീർ ധ്വനികളാൽ മുസ്ദലിഫയിലേക്ക് വന്നുകൊണ്ട് അന്ന് രാത്രി അവിടെ രാപ്പാർക്കുകയാണ്. ഭയങ്കര അനുഗ്രഹം. അവിടെ സ്ത്രീകൾക്ക് വേറൊരു മതിലും പുരുഷന്മാർക്ക് വേറൊരു മതിലില്ല. അത് ഞാൻ ചിന്തിക്കുന്നൊരു വിഷയം അതാണ്. ഞാൻ ചിന്തിച്ചൊരു വിഷയം അതാണ്. ലക്ഷക്കണക്കിന് വരുന്ന പെണ്ണും ആണും ഒക്കെ ഒരുമിച്ച് മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോൾ ഇന്നുവരെ ഒരു പീഡന കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുസ്ദലിഫയിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ചിന്തിക്കാൻ അതിന്റെ ഒരു പോയിന്റ് പോലും മനസ്സിലേക്ക് കടന്നു വരില്ല. പ്രിയമുള്ളവരെ, അല്ലാഹ് എന്ന ബോധം മാത്രമാണ്, ലബ്ബൈക മാത്രമാണ് മനസ്സിൽ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികളാണ് മനസ്സിൽ. ഒരു ചീത്ത ചിന്തയുടെ അംശം പോലും വരാതെ അല്ലാഹനെ ഓർത്തുകൊണ്ട് മുസ്ദലിഫയുടെ മണ്ണിൽ ആ രാത്രിയിൽ രാപ്പാർക്കാൻ ഹാജിമാർ വരുമ്പോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. സംരക്ഷിക്കാൻ അവിടെ മറവുകളോ അല്ലെങ്കിൽ കെട്ടുകളോ ഒന്നുമില്ലാതെ വിശാലമായ മൈതാനിയിൽ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ കിടന്നിറങ്ങുമ്പോ ആണിനും പെണ്ണിനും ഒരു പ്രശ്നമില്ല. ഇവിടെ 10 ആള് കൂടുന്നത് പ്രശ്ന, ബസ്സിൽ പ്രശ്ന, ട്രെയിനിൽ പ്രശ്ന, വീട്ടിൽ ആരുമില്ലെങ്കിൽ വേറെ നിലക്കുള്ള പ്രശ്നങ്ങളാ. അവിടെ ഒന്നുമില്ല. പത്താഫിൽ പ്രശ്നങ്ങളില്ല. പത്താഫിൽ തിങ്ങി നിറഞ്ഞ് നടക്കാൻ പറ്റാതെ അവിടെ തക്ബീർ ധ്വനികളാൽ, ദിക്റുകളാൽ ആളുകൾ തവാഫ് ചെയ്യുമ്പോ ഒരൊറ്റ പെണ്ണിനും ഒരു പ്രശ്നമില്ല, ഒരാണിനും പ്രശ്നമില്ല. എല്ലാവരുടെ മനസ്സും റബ്ബിലാണ്. ഒരൊറ്റ ചീത്ത ചിന്തയും അവർക്കില്ല. സഅയിന്റെ സമയത്തുമില്ല. പ്രിയമുള്ളവരെ, ആ രൂപത്തിലാണ് ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ ഹജ്ജ് ചെയ്യുന്നത്. ഇത് ചെയ്തവർക്കറിയാം, അതിൽ പോയവർക്കറിയാം. ദുൽഹിജ്ജ 10 മുസ്ദലിഫയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നടക്കുകയാണ്. ലബ്ബൈക ചൊല്ലാം, തക്ബീർ ചൊല്ലാം. പെരുന്നാളിന്റെ തക്ബീർ ചൊല്ലി അവർ ജംറയിലേക്ക് നടക്കുന്നു. കിലോമീറ്ററുകൾ ഏറെ നടക്കണം. വാഹനങ്ങൾ ഉണ്ടാവുകയില്ല. ശാരീരികമായി പ്രയാസമുള്ളവരും ഇല്ലാത്തവരും ഒരേ മനസ്സോടുകൂടെ ജംറയിലേക്ക് നടക്കുകയാണ്. അള്ളാന്റെ കൽപ്പനയാണ്, മനസ്സ് മുഴുവൻ റബ്ബിലാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ വേദനകളോ പ്രയാസങ്ങളോ ഒന്നും അറിയാതെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിന്റെ പ്രതിഫലത്തിന് വേണ്ടി ഹാജിമാരെങ്ങനെ ഒഴുകുകയാണ്, ഒരു പാൽക്കടൽ പോലെ. നടന്നിട്ട് ജംറയിലെത്തി അവിടെ കല്ലെറിഞ്ഞ് നിൽക്കുന്നില്ല. നല്ല പണി ദുൽഹിജ്ജ 10. വീണ്ടും അവർ മിനായിലേക്ക് പോകണം, അല്ലെങ്കിൽ മക്കയിലേക്ക് പോയി തവാഫും സഅയും നടത്തണം. എന്നിട്ട് മിനായിലേക്ക് വരണം. ഇനി നടക്കാൻ പറ്റില്ല, ക്ഷീണമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? തവാഫും സഅയും ഒന്ന് ചെയ്യാം, നമുക്ക് മാറ്റിവെക്കാം. അന്ന് ചെയ്യലാണ് ഏറ്റവും നല്ലത്. പറ്റുന്നില്ലെങ്കിൽ ടെന്റിൽ പോയി തഹല്ലുലായി. അറവിനൊക്കെ നേരത്തെ പൈസ കൊടുത്തുകൊണ്ട് അറവ് നടന്നിട്ടുണ്ടാവും. അപ്പം അറവ് നടന്നു, ഏറ് നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാം തഹല്ലുലാകാം, വസ്ത്രമൊക്കെ മാറി കുളിച്ച് റെഡിയാകാം. പൂർണ്ണമായ തഹല്ലുലാകണമെങ്കിൽ തവാഫും സഅയും ഒക്കെ നടത്തണമെന്നാണ്. ഇത്ര മനോഹരമായൊരു കർമ്മം. ഇൻഷാ അല്ലാഹ് മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. നിങ്ങൾ ഇതിനതിൻ്റെ ഒരു പ്രത്യേകിച്ച് യുവാക്കൾ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം, നമ്മുടെ വരുമാനത്തിൻ്റെ ഭാഗം, ലാഭം ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ അടുത്ത കച്ചവടം, അടുത്ത ഷെയർ, അടുത്ത ബിസിനസ്, അല്ലേ? ആയിക്കോട്ടെ, അതൊക്കെ വേണം. അള്ളാഹു നൽകുന്നതൊക്കെ നമുക്ക് സ്വീകരിക്കാം. അതോടൊപ്പം പരലോകത്തിലേക്കുള്ള ഒരു കച്ചവടത്തിന് ഒരു ഷെയർ മാറ്റിവെച്ച് ഹജ്ജിന് വേണ്ടി. ഞാൻ ഇന്നലെ അറഫാ ദിനത്തിൻ്റെ ചില വീഡിയോസൊക്കെ കണ്ടപ്പോൾ സങ്കടം വന്നുപോയി. എല്ലാ വർഷവും ആ സമയത്ത് അവിടെ ഉണ്ടാവാറുണ്ട്, ഈ സമയത്ത് അവിടെ ഉണ്ടാകാറുണ്ട്. ഈ വർഷം അള്ളാഹുവിൻ്റെ വിധിയില്ലാത്തത് കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ വിധി ആയതുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? അത് ഇനിയുള്ളൊരു ഖൈറിനായിരിക്കാം എന്ന സമാധാനത്തിലിരിക്കാം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊരു വേദനയാണ് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. സ്ഥിരമായിട്ട് പോകുന്നവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വേദനയാണ്. അപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് പണിയെടുത്തോളി. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, സമ്പാദ്യത്തിൽ നിന്ന് മാറ്റിവെക്കുക, ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുക. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യം ചർച്ച ചെയ്യേണ്ട വിഷയം ഹജ്ജും ഉംറയൊക്കെയാണ്. കാരണം ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരോട് പറയേണ്ട കാര്യമാണ് എന്ത്, മക്കളെയൊക്കെ അവസരം കിട്ടിയ പെട്ടെന്ന് അതാണ് ചെയ്തോളിട്ടോ. കാരണം ആ ഒരു നിർബന്ധ ബാധ്യത നിർവഹിക്കാൻ പറ്റിയ അവസരത്തിലാണ് ചെയ്യുക. പിന്നെ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയാണ് രക്ഷിതാക്കൾ അവർക്ക് ഉപദേശിക്കേണ്ടത്, നിർദ്ദേശം കൊടുക്കേണ്ടത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ആ പുണ്യഭൂമിയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇനിയും അറഫാ ദിനത്തിൽ പ്രത്യേകമായ ഒരുപാട് കാര്യങ്ങൾ. മനുഷ്യന്റെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സമ്മേളനം നടന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറഫയിലാണ്. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ രൂപീകരിച്ച അടുത്ത കാലത്താണ്. പക്ഷെ അതിനു മുമ്പ് അള്ളാഹു റസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് ആ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ മനോഹരമായ ഈ മനുഷ്യർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ച് റസൂൽ പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുസീഖു താനിയ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയാണ് പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരം എല്ലാ കൊല്ലവും നടത്തുന്നത് പോലെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നടത്തും. അല്ലാഹു അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. 7:15 പെരുന്നാൾ നമസ്കാരം. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പെരുന്നാളിനുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്താം. നേരത്തെ എത്തി ആ മുസല്ലയിൽ ഇരുന്ന് തക്ബീറൊക്കെ ചൊല്ലി നിസ്കാരം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടെ നമുക്ക് പിരിയണം. അല്ലാഹുവിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അബാല വൃദ്ധജനങ്ങൾ എന്ന് പറയാം അല്ലേ, മെൻസസ്സുള്ള സ്ത്രീകളോട് പോലും അല്ലാഹുവിന്റെ റസൂൽ ഈദിന്റെ മുസല്ലയിലേക്ക് വരാൻ പറഞ്ഞു. ആ സന്തോഷം പങ്കുവെക്കാൻ അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടുന്നാ മതി. നോക്കണം നിങ്ങള്, ആ സമയത്ത് പോലും ചേർത്ത് പിടിക്കുകയാണ് മതം. പെണ്ണിനെ ചേർത്ത് പിടിക്കുകയാണ് മതം. വെറുപ്പ് പിന്നെ അകറ്റി നിർത്തുകയല്ല. നിസ്കാരത്തിൽ നിന്നും മാത്രം ഒന്ന് മാറി നിൽക്കുക, അതല്ലാത്ത എല്ലാറ്റിലും അവർക്ക് പങ്കെടുക്കാം എന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് എല്ലാവരും, വീട്ടിലുള്ള കുട്ടികളും വലിയവരും മുതിർന്നവരും ഒക്കെ നമ്മുടെ മുസല്ലയിലേക്ക് വരട്ടെ. ഈ പെരുന്നാളിനൊരു പ്രത്യേകത ഉണ്ട്. 2-3 പേരുകൾ തന്നെ ഉണ്ട്. ഒന്ന് യൗമുൻ നഹർ, യൗമു ഹജ്ജുൽ അക്ബർ, യൗമുൽ ഈദുൽ അദ്ഹ, യൗമുൽ അദ്ഹ എന്നൊക്കെയുള്ള പേരുകളുണ്ട്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ അറബിന്റെ ദിനം, ബലി പെരുന്നാൾ എന്നല്ലേ, ബലി അറക്കുന്ന ദിവസമാണ്. യൗമുൽ ഹജ്ജുൽ അക്ബർ, ഹജ്ജിന്റെ ദിവസമാണ്, അല്ലെങ്കിൽ പിന്നെ ഹജ്ജിന്റെ ദിനമാണ് എന്ന നിലയ്ക്ക് യൗമുൽ ഹജ്ജ് അക്ബർ എന്ന് പറയാറുണ്ട്. യൗമു ഈദുൽ അദ്ഹ അങ്ങനെയും പറയാറുണ്ട്. അപ്പൊ ഈ പേരുകളാലൊക്കെ അറിയപ്പെടുന്ന ദിവസമാണ് ബലിപെരുന്നാളിന്റെ ദിവസം എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസുകളിലൂടെയും മറ്റൊക്കെ കാണാൻ പറ്റും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ തുമ്മ യൗമുൽ ഖർ. അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം യൗമുൻ നഹർ ആണ്. ദുൽഹിജ്ജ 10 യൗമുൽ ഖർറും എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11 അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള ദിവസങ്ങളാണ് എന്ന്. അപ്പോൾ ആ ദിവസത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള അമലുകളൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പെരുന്നാളിന് വരുമ്പോൾ കാര്യമായിട്ട് കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതുക. പെരുന്നാൾ ദിവസത്തിൽ അല്ലെങ്കിൽ ആ ദുൽഹിജ്ജയുടെ ദിവസങ്ങളിൽ സദഖ കൊടുക്കുക എന്നത് വളരെ പുണ്യമുള്ളതാണെന്ന് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. സദഖയും നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ ചേരുന്ന ഒരു ദിവസമാണ് ദുൽഹിജ്ജയുടെ 10 എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. അതുകൊണ്ട് ആ ദിവസത്തിൽ ഒരു സദഖക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും
കഴിയുന്ന രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി കാര്യമായി നിങ്ങളുടെ കൈകളിൽ സദഖ കൊടുക്കാനുള്ളത് ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെരുന്നാൾ നമസ്കാരത്തിന്റെ ഖുതുബക്കിടയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹാബിയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പിരിവിന് വിടുകയാണ്. അവിടെയുള്ള എല്ലാവരുടെ അടുത്തും പിരിവിന് വിടുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് അത് ആ നിലക്ക് തന്നെ നിങ്ങൾ വരണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പെരുന്നാൾ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം, എന്തെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഒരു നെയ്യത്തോടു കൂടെ തന്നെ കുളിക്കണം. പെരുന്നാളിന് വേണ്ടി കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെയാണ് കുളിക്കേണ്ടത്. അതേപോലെ പുതുവസ്ത്രം ധരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ളൊരു പ്രാർത്ഥന കൂടെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, ഈ പുതിയ വസ്ത്രത്തിലുള്ള ഖൈർ അത് നിന്നോട് ചോദിക്കുകയാണ്, ഇതിന്റെ ഷർറ് അതിന് രക്ഷ തേടുകയാണ് എന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൽ പ്രാർത്ഥന നടത്തണമെന്നാണ്. അതുപോലെ തന്നെ സുഗന്ധം, നല്ല സുഗന്ധം പുരട്ടണമെന്നാണ്. സ്ത്രീകൾ അത് പാടില്ല. അതേപോലെ തന്നെ ഇസ്ലാമിക വസ്ത്രധാരണമാകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്ത്രം എല്ലാവരും ഇടാറുണ്ട്, പക്ഷേ പലപ്പോഴും അത് ഈ പറഞ്ഞ രൂപത്തിൽ അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡമൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക മാനദണ്ഡം പാലിച്ച വസ്ത്രമായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ കഴിയുമെങ്കിൽ ഏത് നിസ്കാരം നമ്മുടെ പള്ളിയിൽ വെച്ചായിരിക്കും ഇൻഷാ അല്ലാഹ്, കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിലൊരു മുസല്ലയോ മറ്റൊക്കെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത്, കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ രണ്ട് പെരുന്നാളും രണ്ട് രീതിയാണ്. ചെറുപെരുന്നാൾ എന്തെങ്കിലും ചെറു ഭക്ഷണം കഴിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈദ്ഗാഹിലേക്ക് വരേണ്ടത്. വലിയ പെരുന്നാളിനാണെങ്കിൽ അല്ലേ, അപ്പോൾ കഴിക്കാതെ വരിക, പിന്നെ പോയിട്ട് എന്ത് ചെയ്യുക, കഴിക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ പട്ടിണി കിടന്ന് വരണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ അത് ആ രൂപത്തിൽ എന്ത് ചെയ്യുക, സുന്നത്തുകൾ എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. പിന്നെ മുസല്ലയിലേക്ക് നേരത്തെ പോവുക, നേരത്തെ വന്ന് ഇൻഷാ അല്ലാഹ് തക്ബീറൊക്കെ ചൊല്ലി ആ രൂപത്തിലിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ പെരുന്നാൾ ദിവസം തന്നെ ബലി നടത്തുക. ഇവിടെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെയാണ് ബലി. ഇൻഷാ അല്ലാഹ് കുറേയേറെ ആടുകൾ അറുക്കാനുണ്ട്. എല്ലാവരും അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. നമുക്ക് സന്തോഷമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ ദുൽഹിജ്ജ 3 മുതൽ അവരുടെ മൃഗങ്ങളെ വിൽക്കുന്ന ആ വിൽപ്പനശാലകൾ വരെ പൂട്ടിയെന്നാണ്. ഇന്നലെ ഒരു MLA പറഞ്ഞത്, ആ പ്രദേശത്തുള്ള ഒരു MLA പറഞ്ഞത്, ആടിന്റെ കേക്ക് ഉണ്ടാക്കിയിട്ട് അറുത്തോ, അല്ലാതെ അറവ് നടത്താൻ പറ്റൂല. ഒരു മതത്തിന്റെ ആരാധനയെ വേണ്ടാന്ന് വെക്കാൻ പോവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ മുസ്ലിങ്ങളായ നമുക്കതിനെ കുറിച്ചൊരു പേടിയില്ല, ഒരു പ്രശ്നമില്ല. അതിനൊക്കെ പരിഹാരം അല്ലാഹ് കാണും. പ്രാർത്ഥനയോടുകൂടെ, നമ്മുടെ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ബാധ്യത എന്താണോ അതറിഞ്ഞ് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ അത് കൊടുക്കേണ്ട ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക. അത് എന്താ പറയുക, പാപങ്ങളുണ്ടാകും, കുടുംബക്കാരുണ്ടാകും. അതേപോലെ തന്നെ ഇത് ആഗ്രഹിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളുണ്ടാകും. ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ചോദിച്ചു വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടെ പരിഗണിക്കണമെന്ന് പ്രത്യേകം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യവും ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അറിവിലും ആ കാര്യം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല